കൈപ്പത്തി ചിഹ്നത്തിൽ ലീഗ് നേതാവ് മത്സരിക്കും. മലപ്പുറം കോട്ടക്കലിൽ വിചിത്ര സമവായവുമായി UDF. വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി എത്തിയ ലീഗ് നേതാവ് മങ്ങാടൻ അബ്ദുള്ളക്കുട്ടി എന്ന മങ്ങാടൻ അബ്ദുവാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. കോട്ടക്കൽ നഗരസഭയിലെ 32ാം ഡിവിഷനിൽ ഗാന്ധിനഗറിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തർക്കം രൂക്ഷമായിരുന്നു. വാർഡ് തങ്ങൾക്ക് വേണമെന്ന് കോൺഗ്രസും ലീഗ് നേതാവ് മങ്ങാടൻ അബ്ദുള്ളക്കുട്ടി മത്സരിക്കണമെന്ന് ലീഗ് പക്ഷവും നിലപാടെടുത്തതോടെ പ്രശ്നം സങ്കീർണമായി. അങ്ങനെയാണ് ഈ അത്യപൂർവമായ ഫോർമുലയിലേക്ക് എത്തുന്നത്. വാർഡിൽ ലീഗ് നേതാവ് മങ്ങാടൻ അബ്ദുള്ളക്കുട്ടി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. UDF നേതൃത്വം പറഞ്ഞാൽ എങ്ങനെ അനുസരിക്കാതിരിക്കുമെന്ന് സ്ഥാനാർത്ഥി. UDF തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കൈപ്പത്തിയിൽ മത്സരിക്കുന്നത്. UDF നേതൃത്വം എടുത്ത തീരുമാനമാണ്. UDF പറഞ്ഞ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ തീരുമാനമാണ്. ആ തീരുമാനം നേതാക്കന്മാർ ഞങ്ങളോട് പ്രഖ്യാപിച്ചു, ഞങ്ങളതനുസരിച്ചു. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥി ലീഗുകാരനാണെങ്കിലും കോണി ചിഹ്നത്തിൽ മാത്രം വിജയിച്ച വാർഡിൽ കൈപ്പത്തി ചിഹ്നം ലഭിച്ചല്ലോ എന്ന സംതൃപ്തിയിലാണ് കോൺഗ്രസ്. ഈ വാർഡ് ലീഗുകാരന് ഇതുവരെ ജയിച്ചു പോന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം കോൺഗ്രസിന് തന്നു. കോൺഗ്രസ് ചിഹ്നത്തിൽ അബ്ദു പഴയ സ്ഥാനാർത്ഥി മത്സരിക്കും. ഏതായാലും വിചിത്രമായ സമവായമാണെങ്കിലും വാർഡിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. മീഡിയ 1 മലപ്പുറം.